മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നാം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. പ്രേക്ഷിത ദൗത്യം. യേശു നിർദ്ദേശിച്ച പോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഏറ്റവും വിശിഷ്ടമായ കാര്യമാണ് കർത്താവായ യേശു തൻ്റെ ശിഷ്യരെ അറിയിച്ചിരിക്കുന്നത്. ഈ പ്രേക്ഷിത ദൗത്യം, സുവിശേഷം ഈ ലോകത്തെ അറിയിക്കുക. എന്തെന്നാൽ ഈ ലോകത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതം നിത്യനാശത്തിലേക്ക് പോവുകയാണ്. എന്നാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധികാരം യേശുവിന് നൽകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ലോകർക്ക് പ്രത്യാശ വെക്കുവാൻ യേശു മാത്രമേ ഉള്ളൂ. യേശു നൽകിയ വചനം മാത്രമേ ഉള്ളൂ നിത്യരക്ഷയിലേക്ക് എത്തുക. ഇവിടെ മതം മാറ്റുക എന്നതല്ല സത്യമായ ഭാഗം. കർത്താവ് പറയുന്നത് നിത്യമായ ജീവൻ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അവർ അത് തിരിച്ചറിയുവാനായിട്ട് വചനം നമ്മളിൽ ഗർഭം ധരിക്കണം. വചനം പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നാം കർത്താവിൻ്റേതാവുന്നു. കർത്താവിൻ്റേതായാൽ കർത്താവിൻ്റെ വസതിയിൽ നമ്മൾക്ക് ജീവിക്കുവാനായിട്ടും നിത്യമായ ആനന്ദം നമുക്ക് കൈക്കൊള്ളുവാനും സാധിക്കും. ആ സുവിശേഷം നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മളുടെ ജീവിത രീതികളിലൂടെ, നമ്മളുടെ പ്രഘോഷണങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക, കർത്താവിനെ ആരാധിക്കുക. അതിനുള്ള കൃപകൾ നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ്, പാണാശ്ശേരി.